നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. 2017 ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറെ ഫ്രഞ്ച് വമ്പന്മാരായ PSG സ്വന്തമാക്കിയത്. 222 മില്യൺ യൂറോ എന്ന ഭീമമായ തുക FC ബാഴ്സലോണക്ക് ട്രാൻസ്ഫർ ഫീ ആയിക്കൊണ്ട് നൽകിക്കൊണ്ടാണ് PSG ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ താരം എന്ന റെക്കോർഡ് അതോടുകൂടി നെയ്മർ ജൂനിയർ സ്വന്തമാക്കുകയായിരുന്നു. ഇതുവരെ ആ റെക്കോർഡ് തകർക്കപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മറുടെ ഈ റെക്കോർഡ് പഴങ്കഥയാവാൻ സാധ്യതയുണ്ട്. എന്തെന്നാൽ ലിവർപൂളിൻ്റെ ഈജിപ്ഷ്യൻ സൂപ്പർ താരമായ മുഹമ്മദ് സലായെ സ്വന്തമാക്കാൻ വലിയ പദ്ധതികളാണ് ഇപ്പോൾ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഹാദ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ലോക റെക്കോർഡ് തുകയാണ് താരത്തിനു വേണ്ടി ഇത്തിഹാദ് ലിവർപൂളിന് ഓഫർ ചെയ്യുക. പ്രമുഖ മാധ്യമമായ ദി അത്ലറ്റിക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 235 മില്യൺ യൂറോയുടെ ഓഫറാണ് ഇത്തിഹാദ് ലിവർപൂളിന് നൽകുക. ലിവർപൂൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ പുതിയ ഒരു റെക്കോർഡ് അവിടെ പിറക്കും. പക്ഷേ ലിവർപൂൾ ഇത് സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. കഴിഞ്ഞ സമ്മറിൽ 230 മില്യൺ യൂറോയുടെ ഒരു ഓഫർ ഇത്തിഹാദ് സലാക്ക് വേണ്ടി ലിവർപൂളിന് നൽകിയിരുന്നു. പക്ഷേ അന്ന് ലിവർപൂൾ ഈ ഒരു താരത്തെ കൈവിടാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ വരുന്ന സമ്മറിൽ കൈവിടാനുള്ള സാധ്യതകൾ അവിടെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്തെന്നാൽ ലിവർപൂളിൻ്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് തൻ്റെ സ്ഥാനം ഒഴിയുകയാണ്. മാത്രമല്ല സലാക്കും ക്ലബിനകത്ത് തുടരാൻ അത്ര വലിയ ഒരു താല്പര്യമൊന്നുമില്ല. താരത്തെ നിലനിർത്താൻ തന്നെയാണ് ലിവർപൂളിന് താല്പര്യമെങ്കിലും ഇത്രയും വലിയ ഒരു ഓഫറിൽ ലിവർപൂൾ വീഴുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും മികച്ച പ്രകടനമാണ് പതിവ് പോലെ ഈ സീസണിലും ഈ ഒരു ഈജിപ്ഷ്യൻ സൂപ്പർ താരം പുറത്തെടുക്കുന്നത്. 14 ഗോളുകളും 8 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബെൻസിമ അൽ ഇത്തിഹാദ് വിട്ടേക്കും എന്നുള്ള റൂമറുകൾ ഇപ്പോഴും സജീവമാണ്. അങ്ങനെ ബെൻസിമ ഇത്തിഹാദ് വിടുകയാണെങ്കിൽ അത് സലായെ കൊണ്ടുവരാൻ ക്ലബിനെ കൂടുതൽ സഹായിക്കുകയാണ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.